തെരഞ്ഞെടുപ്പ് ഇന്ന് ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്നുള്ളതുകൊണ്ട് അതിൻ്റെ എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളും പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വളരെ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. ഏത് സമയത്തും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമാകുന്ന രൂപത്തിൽ അത് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ ദിവസങ്ങൾക്കുള്ളിൽ ആ സംഘടനാപരമായ ഒരുക്കങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ വിജയിപ്പിക്കാൻ വേണ്ടി കഴിയും എന്നുള്ള കാര്യങ്ങളുടെ ആസൂത്രണമാണ് പൊതുവിൽ നടത്തിയിട്ടുള്ളത്. ആരോഗ്യ ചുമതല നൽകുന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകും. ഇതിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചുമതലകൾ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. സംസ്ഥാന സെൻറ്ററിൽ നിന്നുള്ള സഖാക്കൾക്കുണ്ട്, സ്വരാജ് ഉൾപ്പെടെയുള്ള സഖാക്കൾക്ക് ചുമതലയുണ്ട്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കുണ്ട്, അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് ചുമതലകൾ നിശ്ചയിച്ചിട്ട് അത് വളരെ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെയാണ് അത്തരം കാര്യങ്ങൾ വളരെ മുമ്പ് തന്നെ നീക്കിയിട്ടുള്ളത്. സ്ഥാനാർത്ഥി ചർച്ച ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, എപ്പോഴാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യുന്നത് ആ സമയത്ത് ഞങ്ങൾ അതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുകയുള്ളൂ എന്നുള്ളത്. ഇപ്പം ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിക്ലെയർ ചെയ്തു. ഇനി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കും. തുടർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും. അത് പാർട്ടി ചിഹ്നത്തിലാണോ സ്വതന്ത്രനാണോ എന്നുള്ളതെല്ലാം തന്നെ പാർട്ടി സംസ്ഥാന കേന്ദ്രമൊക്കെ ആലോചിച്ചുകൊണ്ടാണ് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരുമാനമെടുക്കുക. ഉടനെ ഉണ്ടാവും. ഇനി അധിക ദിവസം ഇല്ലല്ലോ. ഒരു പ്രാഥമിക ചർച്ച നടന്നു പാർട്ടിയുടെ സ്ഥാനാർത്ഥി സംബന്ധിച്ച്. അല്ല, അത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തലത്തിലാണ് അത്തരം കാര്യങ്ങൾ ആദ്യം നടക്കേണ്ടത്. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അവിടെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. അവിടെ ചർച്ച ചെയ്യാം. ജില്ലയിൽ നിന്നുള്ളൊരു നിർദ്ദേശം അത് അവിടുന്ന് അതിൻ്റെ ചർച്ച വന്ന് നിർദ്ദേശങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ചർച്ച ചെയ്യുക. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി. ഇന്നത്തെ യോഗത്തിൽ അങ്ങനെ ചർച്ച ഇല്ലല്ലോ. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ല ഇന്ന് ചർച്ച നടന്നിട്ടുള്ളത്. ഇന്ന് ഞങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ പാർട്ടി സംഘടന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം സമയബന്ധിതമായിട്ട് അത് നിശ്ചയിക്കപ്പെടണം. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ് ഞങ്ങൾ ഇന്ന് ആലോചിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചല്ലോ. അപ്പോൾ ആ വെല്ലുവിളി ഇതിനോടൊപ്പം തന്നെ നേരിടുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ അതിന് മാർഗമുള്ളൂ. നമ്മൾക്ക് തെരഞ്ഞെടുപ്പ് വേണ്ടതില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത് ജനാധിപത്യത്തിൽ നടക്കുന്നതല്ലല്ലോ, നടക്കേണ്ടതാണല്ലോ. ജനപ്രതിനിധി വേണമല്ലോ. ഞങ്ങൾക്ക് എന്തിനു ആശങ്കപ്പെടേണ്ട കാര്യം? അത് കഴിഞ്ഞ ദിവസങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ആർക്കാണ് അൻവർ ബുദ്ധിമുട്ടായത്, മറ്റ് തലവേദനയായത് എന്നുള്ളതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. ഞങ്ങളുടെ നിലപാടുകളുമായി ഞങ്ങളുടെ വികസന കാര്യങ്ങളുമായി അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അന്ന് ആ എഫക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ പുതിയൊരു എഫക്റ്റ് ഉണ്ടാവും. ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ എഫക്റ്റുകൾ ഉണ്ടാവും. ഇപ്പോൾ പുതിയ എഫക്റ്റുകൾ ഉണ്ടാവും. കാരണം എന്താണ്? കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ ഇതുവരെ നടക്കാത്ത രൂപത്തിലുള്ള വലിയ വികസന പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നിന്നുകൊണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാവും. തീർച്ചയായിട്ടും. കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ മുമ്പിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി അക്കമിട്ട് പറഞ്ഞല്ലോ. അതെല്ലാം കേരളത്തിൽ നടന്നിട്ടുള്ളതാണല്ലോ. ഒന്നും നടക്കില്ല എന്നുള്ളിടത്തുനിന്ന് കേരളത്തിൽ ഇതെല്ലാം നടന്നല്ലോ.
അതിൻ്റെ പ്രതിഫലനം നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിനകത്തുണ്ട്. ഏതാണ്ട് 2000 കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 8 വർഷത്തിൻ്റെ ഉള്ളിൽ നിലമ്പൂർ നടന്നിട്ടുള്ളത്. അതാ നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ നടക്കാത്ത രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ്. വിലയിരുത്തിക്കോട്ടെ, ഞങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് ഞങ്ങളതിനെ നേരിടും. നിലമ്പൂരിൽ വികസന പ്രവർത്തനങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ക്രെഡിറ്റ് PV അൻവർ എന്ന വ്യക്തിയുടെ അവകാശവാദം ഉന്നയിക്കില്ല. അതിന് PV അൻവർ അവകാശവാദം ഉന്നയിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗമായി നിന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ കാണണം. കേരളത്തിലാകെ നടന്നുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗമായി ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ടും അതിൽ ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ടുമാണ് ഈ വികസന കാര്യങ്ങൾ ആ പീരീഡിൽ നടപ്പിലാക്കാനായിട്ടുള്ളത്. അത് ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോഴാണ്. വലതുപക്ഷത്തേക്ക് മാറുമ്പോൾ എല്ലാം നടക്കുക. വലതുപക്ഷത്ത് നിൽക്കുമ്പോൾ നിലമ്പൂരിൽ എന്ത് നടന്നു എന്നുള്ളതിന്റെ ഉത്തരവോടെ ഉണ്ട്. ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള അംഗീകാരം അൻവറിനുണ്ട്, ഉണ്ടായിട്ടുണ്ട്. അത് സംശയമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ അയാൾക്ക് അദ്ദേഹത്തിന് വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതിന് മുമ്പൊക്കെ UDF കുത്തിയാക്കി വെച്ചിരുന്ന മണ്ഡലം LDF പിടിച്ചെടുക്കാൻ അൻവർ സഹായകരമായപ്പോൾ സ്വാഭാവികമായിട്ടും അൻവർ എന്നൊരു ഫാക്ടർ കൂടി അവിടെ വർക്കായിട്ട് ഉണ്ടാവില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവിടെയുള്ള വോട്ടിന്റെ കണക്കുണ്ടല്ലോ. അതിനോട് ചേർന്നിട്ടാണ് മറ്റെല്ലാ ഘടകങ്ങളും ഉള്ളത്. അതെല്ലാം ചേർന്നതാണ് വിജയം. അതിൽ ആ ഘടകങ്ങൾ UDF അനുകൂലമാവുന്നത് എങ്ങനെയാണ്? ഈ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ UDF അനുകൂലമാവില്ല. അത് ഇടതുപക്ഷത്തിനല്ലേ അനുകൂലമാവുക? നിലമ്പൂരിലെ ജനങ്ങൾ ആ വികസന പ്രവർത്തനം കണ്ടിട്ടാണ് ജീവിക്കുന്നത്. അതിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അത് ഇടതുപക്ഷത്തിനാണ് അനുകൂലമായിട്ട് മാറുക.